അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? നിന്നെ വിളിച്ചവനും മഴയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുകാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതല്ല. തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? കൈപ്പുള്ള വെള്ളം കുടിച്ചിടും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയെല്ലാവരും ശത്രുകയിൽ സ്വൽപൂരം നീ അടയും വരെയും. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? ശേലോട് തന്ത്രങ്ങളോ നീടുവാൻ ചാരന്മാരുണ്ടധികം സഹജേ. ചുടുചോര ചിന്തേണ്ടി വന്നിടിലും ചായല്ലേ ഈ ലോകത്താകുകളിൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? ജീവവചനത്തിന്റെ പ്രതിദിന ധ്യാന ചിന്തയിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. പരമാധികാരം അംഗീകരിക്കുക. കുടപ്പിറപ്പുകളെ, ദൈവം സൃഷ്ടിതാവാണ്, പരമാധികാരമുള്ളവനാണ്. പരമാധികാരിയായി ദൈവത്തെ എതിർപ്പാനോ ചോദ്യം ചെയ്യുവാനോ ഏത് സൃഷ്ടിക്കാണാവുക? ദൈവം സൃഷ്ടിച്ച ഓരോ മനുഷ്യനോടും ദൈവത്തിന് സ്നേഹവും കരുതലുമുണ്ട്. ദൈവം അവനെ പോറ്റി പുലർത്തുന്നു. ഓരോ മനുഷ്യനെക്കുറിച്ചും ദൈവത്തിന് വ്യത്യസ്ത പദ്ധതികളും ആശയും ഉണ്ട്. ഇതൊന്നും വ്യക്തമായി തിരിച്ചറിയാതെ സ്വയമായി ഒന്നും ചെയ്യാനാകാത്ത മനുഷ്യൻ ദൈവത്തെ പരിഹസിക്കുന്നു, ചോദ്യം ചെയ്യുന്നു, നിന്ദിക്കുന്നു. ദൈവത്തോട് മറുതലിക്കുന്ന, ദൈവഹിതത്തിന് പുറത്തുള്ള മനുഷ്യനോട് ദൈവം ഇന്നും കരുണ കാണിക്കുന്നത് കൊണ്ടാണ് അവൻ ഇന്നും ജീവനോടിരിക്കുന്നത് തന്നെ.
വചനം വ്യക്തമായി ചോദിക്കുന്നത്, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുന്നത് എന്ത് എന്നാണ്. പ്രിയരെ, നാം ഇവിടെ ഇന്ന് ജീവിക്കുന്ന നാളുകൾ വളരെ ചുരുക്കമായുള്ളതാണ് കേട്ടോ. അപ്പോൾ തന്നെ നാം തിരിച്ചറിയേണ്ടിയ സത്യം, നാം ഇവിടെ ജീവിക്കുന്നതും ഇപ്പോൾ എന്തു ചെയ്യുന്നുവെന്നതും യഥാർത്ഥമായി നിത്യതയെ ബാധിക്കുന്ന കാര്യമാണ്. ആ ദിനം നമുക്ക് മുൻപിൽ വേഗത്തിൽ വരും. നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. ദൈവം നീതിമാനാണ്, നീതി അന്വേഷിക്കുന്നവനാണ്. ദൈവം തൻ്റെ പ്രകൃതത്തിൽ പൂർണ്ണമായും ന്യായം പ്രവർത്തിക്കുന്നവനുമാണ്. സർവഭൂമിക്കും ന്യായാധിപനായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ ചോദിക്കുന്നുണ്ട്. ദൈവം തന്റെ സർവജ്ഞാനത്തിൽ, തന്റെ പരമാധികാരത്താൽ, തന്റെ ഹിതത്തിനനുസരിച്ച് ഭൂമിയിൽ തന്റെ പദ്ധതികൾ തന്റെ ജനത്തിനു വേണ്ടി ചെയ്യുമ്പോൾ, അല്പജ്ഞാനത്താൽ ദൈവഹിതത്തിന് പുറത്തു നിന്ന് നോക്കുന്ന ഒരു മനുഷ്യന് അത് നീതികേട് എന്ന് തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്. മോശയുടെ മേൽ ദൈവത്തിന് കരുണ തോന്നുകയും എന്നാൽ ഫറവോനെ ദൈവം ശിക്ഷിക്കുകയും ചെയ്തു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഇത് ന്യായമാണോ എന്നും, അവൻ ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുകയും മറ്റു ചിലതിനെ നിരാകരിക്കുകയും ചെയ്തു എന്നുള്ളതും ഇത് ന്യായമാണോ എന്നുമൊക്കെ ചോദ്യങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. ഇന്നും ചോദ്യങ്ങൾ ഉയർത്താറുണ്ട് ഈ വിധ കാര്യങ്ങളിൽ മനുഷ്യർ. പൗലോസ് അപ്പോസ്തലൻ അതിന് ചില ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. ദൈവവുമായി വാദിക്കുവാൻ നാം ആര്? ദൈവം കുശവനും നാം കളിമണ്ണുമാണ്. ദൈവവചനം പറയുന്നു, ദൈവത്തിന്റെ ഹിതത്തെ ചോദ്യം ചെയ്യാനോ തടുക്കുവാനോ അവന് ബുദ്ധി പറഞ്ഞു കൊടുക്കുവാനോ ശ്രമിക്കുന്നത് മടയത്തരമാണ് എന്ന്. നിലത്തിലെ കലനുറുക്കുകളുടെ ഇടയിൽ ഒരു കലനുറുക്കായിരിക്കെ നിന്നെ നിർമ്മിച്ചവനോട് തർക്കിക്കുന്നവന് അയ്യോ കഷ്ടം. മനയുന്നവനോട് കളിമണ്ണ് നീ എന്ത് ഉണ്ടാക്കുന്നു എന്നും കൈപ്പണി അവന് കൈയില്ല എന്നും പറയുമോ? യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യമാണ്. ഒരുവനെ ആണായോ പെണ്ണായോ സൃഷ്ടിക്കണമെന്ന്, ഒരുവൻ എവിടെ ജനിക്കണമെന്നുള്ളത്, ആരുടെ വീട്ടിൽ ജനിക്കണമെന്നത് തീരുമാനിക്കുന്നതിൽ മനുഷ്യന് ഒരു പങ്കുമില്ല. പാരമ്പര്യം, ഭാഷ, സംസ്കാരം, നിറം, വർഗം, ജനനസമയം ഇവയൊന്നും ഒരു മനുഷ്യനും തിരഞ്ഞെടുക്കുവാനും അധികാരമൊന്നും അവകാശങ്ങളൊന്നും ദൈവം നൽകിയിട്ടില്ല. ഇതെല്ലാം ദൈവത്തിന്റെ പരമാധികാരത്തിന് കീഴിലുള്ള കാര്യങ്ങളാണ്. ആരെ മോശയാക്കണമെന്നും ആരെ ഫറവോനാക്കണമെന്നതും ദൈവത്തിന്റെ ഹിതത്തിലുള്ള കാര്യമാണ്. മോശയ്ക്ക് ഫറവോനാകുവാൻ അവസരമുണ്ടായിരുന്നെങ്കിലും ദൈവഹിതം തിരിച്ചറിഞ്ഞിരുന്ന മോശ ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് തൻ്റെ രക്ഷിതാവിൻ്റെ, തൻ്റെ സൃഷ്ടിതാവിൻ്റെ ഹിതത്തിന് കീഴ്പ്പെട്ട് ചോദ്യം ഉന്നയിക്കാതെ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഫറവോന് ദൈവം അവസരങ്ങൾ നൽകിയിരുന്നു. അവനത് പാഴാക്കി കളയുകയാണ് ചെയ്തത്. സത്യദൈവത്തെക്കുറിച്ച് അറിവാനും സത്യദൈവത്തിൽ വിശ്വസിക്കുവാനും ഫറവോന് വളരെയധികം അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും ദൈവത്തോട് മറുതലിക്കുകയാണ് അവൻ ചെയ്തത്. പ്രിയരെ, ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് അവനോട് നിരപ്പിച്ച് അവനിലാക്കി വച്ചിരിക്കുന്നത് അവന്റെ ഹിതം നമ്മിൽ കൂടി ഈ ഭൂമിയുടെ പരപ്പിൽ നിറവേറ്റുവാനും അവന് മഹത്വമാകുവാനും വേണ്ടിയാണ്. അത് നാം വ്യക്തമായി തിരിച്ചറിയണം. കൊടുപ്പുറപ്പെ, താങ്കളുടെ സൃഷ്ടിപ്പിന് പുറകിൽ, താങ്കൾ ജനിക്കപ്പെട്ടതിന് പുറകിൽ, താങ്കൾ ഇന്ന് ആയിരിക്കുന്ന മണ്ഡലത്തിൽ അപ്രകാരം ഇപ്രകാരം ആയിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിലൊക്കെ ദൈവത്തിന് താങ്കളെക്കുറിച്ച് പ്രത്യേക പദ്ധതികളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. അത് വ്യക്തമായി തിരിച്ചറിയുവാൻ താല്പര്യപ്പെടുക. അങ്ങനെയാണെങ്കിൽ ആ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് ആ പദ്ധതിയുടെ നിവർത്തീകരണത്തിന് നിന്നാൽ ദൈവനാമം നിങ്ങളിൽ കൂടി മഹത്വമെടുക്കുകയും
നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടുവാൻ അവസരമുണ്ടാകുകയും ചെയ്യും. പ്രിയരെ, മറന്നുപോകരുത്, നമ്മെ ദൈവം തിരഞ്ഞെടുത്തത്, ദൈവത്തോട് നമ്മളെ നിരപ്പിച്ചത്, ദൈവത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം നമ്മിൽ കൂടി നിറവേറ്റുവാനാണ്. അതിനുവേണ്ടി ദൈവം തൻ്റെ പരമാധികാരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവപദ്ധതിക്ക് വേണ്ടി ഇടപെടുമ്പോൾ എന്നെ മാത്രം എന്താ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കരുത്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവപദ്ധതിയുടെ പൂർത്തീകരണത്തിനായി നമ്മെ ദൈവകരങ്ങളുടെ പ്രവൃത്തിക്കായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഒരു സമർപ്പണം നമുക്ക് ആവശ്യമാണ്. ആ യഥാർത്ഥ സമർപ്പണം ഉള്ളവരായി ദൈവസന്നിധിയിൽ കർത്താവേ, എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു, അങ്ങയുടെ ഹിതം എന്നിൽ കൂടി ഇവിടെ നിറവേറ്റുവാനുള്ളത് എന്തോ അത് എനിക്ക് തിരിച്ചറിയാൻ, അത് ഗ്രഹിക്കുവാൻ, അത് ഏറ്റെടുക്കുവാൻ, അത് ചെയ്യുവാൻ എന്നെ അങ്ങയുടെ കരങ്ങളിൽ ഉപയോഗിച്ചാട്ട് ഞാനതിന് സമർപ്പിക്കുന്നു എന്നുള്ള ഒരു താഴ്മയുടെ വിനയത്തിൻ്റെ ഭാവത്തോടുകൂടി പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ വലിയ കൃപ, കരുണ ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്ത് മാനിക്കണമേ. ദൈവത്തിൻ്റെ ഞങ്ങളുടെ മേലുള്ള പരമാധികാരം അംഗീകരിച്ച് ആ പരമാധികാരത്തിന് കീഴ്പ്പെട്ട് നിന്നുകൊണ്ട് ഭൂമിയുടെ പരപ്പിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ അങ്ങയുടെ കാര്യങ്ങളിൽ ഉപയോഗിക്കേണ്ടതിന് വേണ്ടി ഏൽപ്പിച്ചു തരുന്ന കർത്താവ്, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകുവാൻ ദൈവം ഞങ്ങളിൽ കൂടി പ്രവർത്തിക്കുവാൻ ഇടയാകുന്നുവെന്ന് ലോകം കാണുവാൻ ഇടയാകുമാറ് ചില ദൈവപ്രവൃത്തികൾ ഞങ്ങൾ ചോദിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനം വിടുവിക്കപ്പെടട്ടെ, ഇവർ സൗഖ്യമുള്ളവരാകട്ടെ, ഇവർ ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിനായി ഉപകരിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരിയ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ പ്രാണപ്രിയൻ തന്റെ ചങ്കിലേ